തലയിലെ താരൻ അത് വല്ലാത്തൊരു തലവേദനയാണ്. ഒരിക്കലെങ്കിലും ഈ പ്രശ്നം അനുഭവിച്ചവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ഈ പ്രശ്നം രൂക്ഷമായാൽ പിന്നെ പറയേണ്ടതില്ല. അത് മാത്രമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സദാസമയവും തല ചൊറിഞ്ഞുകൊണ്ടിരിക്കും. മുടിയിലും തോളിലും വിരലിലുമെല്ലാം താരനുണ്ടാകും. അത് പിന്നീട് മുഖക്കുരുവിനും മുടി കൊഴിച്ചിലിനുമൊക്കെ കാരണമാകും. ശരിക്കും എന്താണ് ഈ താരൻ? അതൊരു ജീവിയാണോ അതോ തൊലി പൊളിഞ്ഞ് ഇളകി വരുന്നതാണോ? താരനുള്ള ഒരാളുടെ ചീർപ്പ് മറ്റൊരാൾ ഉപയോഗിച്ചാൽ താരൻ പകരുമോ? മറ്റേതെങ്കിലും രീതിയിൽ താരൻ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമോ? വരൂ, നമുക്ക് പരിശോധിക്കാം ശാസ്ത്രീയമായി. തലയിലെ പ്രധാന തലവേദനകളാണ് പേനും താരനും. പേൻ ഒരു ജീവിയാണെന്ന് നമുക്കറിയാം. എന്നാൽ താരൻ ഒരു ജീവിയല്ല. നമ്മുടെ തലയിലെ തൊലിയിൽ നിർജീവ കോശങ്ങൾ അഥവാ ഡെഡ് സെൽസ് പൊളിഞ്ഞിളകി വരുന്നതിനെയാണ് നമ്മൾ താരൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പൊളിഞ്ഞിളകുന്നതിന് കാരണം ഒരു ജീവിയാണ്. ഫംഗസ് ഇനത്തിൽപ്പെടുന്ന മലസേസിയ എന്ന ജീവിയാണ് താരന് കാരണം. തലചൊറിഞ്ഞ് മുറിവുകളോ വ്രണങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ബാക്ടീരിയയും കൂട്ടായി വരും. ഈ മലാസേസിയ എന്ന് പറയുന്ന മാരണം എങ്ങനെ എൻ്റെ തലയിൽ വന്നു എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. പേടിക്കേണ്ട, എല്ലാ മനുഷ്യരുടെയും വായിലും വയറ്റിലുമൊക്കെ ബാക്ടീരിയ ഉള്ളതുപോലെ ഈ ഫംഗസ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മുടെ ചർമ്മം വരണ്ടു പോകാതെ സോഫ്റ്റായി നിലനിൽക്കാൻ ചർമ്മത്തിലെ ഗ്രന്ഥികൾ ഒരു തരം ഓയിൽ പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. സിബം എന്നാണ് ഈ ഓയിലിനെ വിളിക്കുന്നത്. ഇത്തരം ഗ്രന്ഥികൾ നമ്മുടെ മുഖത്തും തലയിലുമെല്ലാം ഉണ്ട്. ഈ ഗ്രന്ഥികളിലാണ് മലസേസിയ എന്ന ഫംഗസ് വസിക്കുന്നത്. സിബം തന്നെയാണ് അവയുടെ ആഹാരം. ഈ ഫംഗസ് പുറപ്പെടുവിക്കുന്ന ഒലൈക് ആസിഡാണ് നമുക്ക് തലയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ കാരണം. 50% മനുഷ്യരിലും ഇത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഈ ഫംഗസിന്റെ വളർച്ചയോട് നമ്മുടെ ചർമ്മം പ്രതികരിക്കുന്ന രീതിയാണ് വ്യത്യാസം. ചർമ്മത്തിന്റെ സ്വഭാവം മാത്രമല്ല, ചർമ്മം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ അളവ്, കൂടാതെ നാം തലയിൽ തേക്കുന്ന എണ്ണയുടെ അളവ്, നമ്മുടെ വ്യക്തിഗത ശുചിത്വം, ഇങ്ങനെ പലവിധ ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് താരൻ ഒരു പ്രശ്നമായി മാറുന്നത്. താരനുള്ള ഒരാളുടെ ചീർപ്പ് ഉപയോഗിച്ചാൽ താരൻ പകരുമോ? താരനുള്ള ഒരാളുടെ ചീർപ്പ്, തോർത്ത്, വസ്ത്രം, തലയണ, കവർ എന്നിവ ഉപയോഗിച്ചാലും താരൻ പകരില്ല. ഒരാളുടെ തലയിലെ താരനെല്ലാം എടുത്ത് മറ്റൊരാളുടെ തലയിൽ നിക്ഷേപിച്ചാലും താരൻ പകരില്ല. കാരണം താരൻ ഒരു ജീവിയല്ല, ഒരവസ്ഥയാണ്. ആ അവസ്ഥ ഒരു വ്യക്തിയിൽ ഇല്ലാതിരിക്കാം, പിന്നീട് ആരംഭിക്കാം, ഒരുപാട് കാലം തുടരാം, ചിലപ്പോൾ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യാം. താരൻ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും മെഡിക്കേറ്റഡ് ഷാംപൂ ഉപയോഗിക്കുക. 1 രൂപയ്ക്കും 2 രൂപയ്ക്കുമൊക്കെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സാഷെ ഉപയോഗിക്കുന്നതിന് പകരം കീറ്റോകൊണസോൾ, സിങ്ക് പൈറിഥിയോൺ, സെലിനിയം സൾഫൈഡ്, സാലിസൈലിക് ആസിഡ് തുടങ്ങിയ ചേരുവകൾ അടങ്ങിയ 350 മുതൽ 500 രൂപ വരെ വില വരുന്ന മെഡിക്കേറ്റഡ് ഷാംപൂ ഉപയോഗിക്കുക. ആദ്യമായി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ചർമ്മത്തിന് ഇണങ്ങുന്ന ഒരു ഷാംപൂ ഏതാണെന്ന് മനസ്സിലാക്കുക. കൂടാതെ സിങ്ക്, വിറ്റമിൻ ബി, ഒമേഗ 3 മുതലായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ വ്യക്തി ശുചിത്വം പാലിക്കുക. ഒളിച്ചിരുന്ന് ചാടിപ്പിടിക്കാനോ ഓടിച്ചിട്ട് അടിച്ചിടാനോ മലസേസിയ പേനോ മൂട്ടയോ അല്ല. മലസേസിയ ഒരു ഫംഗസ് ആണ് എന്ന് മനസ്സിലാക്കുക.